ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു കുഞ്ഞു ഹോം ടൂർ കേട്ടോ. വീഡിയോ ചെറുതായതുകൊണ്ട് വീഡിയോയും ചെറുതായിരിക്കും കേട്ടോ, പെട്ടെന്ന് തീരും. അപ്പോൾ അത് സ്കിപ്പ് അടിച്ച് പോകേണ്ട ആവശ്യമൊന്നും വരില്ല, അതിന് മുന്നേ വീഡിയോ തീരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്, ഇതാണ് കേട്ടോ. പകുതി പോലും തേച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വാതിലിൻ്റെ ഭാഗം മാത്രമേ തേച്ചിട്ടുള്ളൂ, ബാക്കി ഫ്രണ്ടിൽ ബാക്കി ഒക്കെ തേക്കാനാണ്. അത് പിന്നെ തേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട്, ഇതാണ് ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ, റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ സൈഡാണ് കാണുക. ഇത് ഞങ്ങൾ പഴയ വീടാണ് കേട്ടോ, പഴയ വീട് ഞങ്ങളിപ്പോൾ വിറ്റു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ഇതിലോട്ട് താമസം മാറിയത് കേട്ടോ. അപ്പോൾ ഇത് ഈ റോഡ് കയറി വരുമ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് പോകണം. ഇതിങ്ങനെ നടന്നിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ഇതാണ് ഫ്രണ്ട് ഡോറ്. അപ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ ഡോറാട്ടോ. അത് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി, എന്താവശ്യത്തിനോ അത് അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ വീട് വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ഒരു വലിയൊരു ഹാളാണ് കേട്ടോ. വലിയ ഹാൾ പറഞ്ഞാൽ കുഞ്ഞു ഹാളാണ്. അതിൻ്റെ മുകളിൽ അങ്ങനെ കണ്ടോ ചെടികൾ, മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജനലുണ്ട്. ജനലിന് നമ്മൾ എന്താ ഗ്ലാസും കാര്യങ്ങളൊന്നും വയ്ക്കാത്തതുകൊണ്ട് കർട്ടൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ജനലുണ്ട്, അതിനും അതുപോലെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പെഡസ്റ്റൽ ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിലം പോലും ഒന്നും കണ്ടിട്ടില്ല, നമ്മൾ സിമെൻറ്റ് കലക്കിയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ മിനുസപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അയൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ, കാരണം ഇപ്പോൾ അമ്മ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, ഭയങ്കര തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായതാണ്. അമ്മയുടെ തുണികളൊക്കെ അവിടെ വിരിച്ചിട്ടോ. പിന്നെ നാളെ അമ്മയുടെ കെട്ടുന്നറായതുകൊണ്ട് നമുക്ക് നാളികേരവും പപ്പടമൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാളിൻ്റെ എൻഡിൽ നമുക്ക് ബാത്റൂം വരുന്നുണ്ട്. ഇതിങ്ങനെ വലിയൊരു ഹാളാണ് കേട്ടോ, കണ്ടോ. ഇതിങ്ങനെ ഒരു ഹാള്. ഇതിലാദ്യം സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു, പിന്നെ സിറ്റ് ഔട്ടൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ ആക്കി ഇപ്പോൾ ഫുള്ള് ആളാക്കിയിട്ടുണ്ട്. ആ അറ്റത്ത് കാണുന്നത് ബാത്റൂമാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, അമ്മൻ്റെ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴയ വീട്ടിലത്തെ ബാത്റൂമിലാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. കണ്ടോ, അതിൽ അമ്മൻ്റെ പണി സാധനം കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ആകെ ഒരു പണി കഴിഞ്ഞു റൂം എന്ന് പറയാൻ പറ്റണം കേട്ടോ. ഇത് ഈ അമ്മ കിടക്കണ റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വാതിലും ജനലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ ജനൽ രണ്ട് സൈഡിലും ജനൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളൊരു അമ്മയും ഞാനും ചേച്ചിയുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ സാമി ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച ഒരിതുണ്ട്. പിന്നെ ഈ ഒരു ജനലും എല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ, എല്ലാവിധ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കബോർഡിലും എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പിന്നെ നാളെ അമ്മ മലയ്ക്ക് പോകണതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ പരന്ന് കിടക്കണം, കാരണം മടക്കി വയ്ക്കാനും കൊണ്ടുപോലെ സാധനങ്ങളൊക്കെ ഈ ബാഗൊക്കെ കൊണ്ടുപോകലതാട്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മളൊക്കെ എടുത്ത് വയ്ക്കുന്ന പരിപാടി ആയതുകൊണ്ട് നിലത്ത് തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ റൂം മാത്രമേ നമ്മളിങ്ങനെ കാവിയിട്ടിട്ടുള്ളൂ, വേറെ എവിടെയും ചെയ്തിട്ടില്ല. നമുക്ക് ബൾബ് പോലും ആകെ ഒരു ബൾബേ നമ്മുടെ വീട്ടിലുള്ളൂ, അകത്തൊരു ബൾബും പുറത്തൊരു ബൾബും അത്രയേ ഉള്ളൂ കേട്ടോ. അല്ല, 2 ബൾബ്, ഒരു റൂമിലൊരു ബൾബും പിന്നെ ഹാളിലും അടുക്കളയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ബൾബ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു റൂം ഉള്ളത് ഇതാണ്, ആകെ 2 റൂമേ ഉള്ളൂ. അതിൽ പിന്നെ പഴയ സാധനങ്ങൾക്കൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ നേരെ വരുന്നത് അടുക്കള ഒന്നും കാട്ടില്ല, മറ്റേ റൂമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടുക്കളയിൽ കബോർഡിൽ നമ്മൾ എല്ലാവിധ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അടുക്കളയുടെ നേരം നമ്മൾ ചാണകിട്ട് മെഴുകില്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറെ പണിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരു 6 കൊല്ലം മുന്നേ വീട് പണി തുടങ്ങിയതാണ്, ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ 7-8 കൊല്ലമായിട്ടുണ്ടാവും. അതുണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പാത്രങ്ങളൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡില്ലേ, അതിൽ പാത്രങ്ങൾ കുറച്ചേ വെക്കുന്നുള്ളൂ, കാരണം ചിലപ്പോൾ പൊട്ടാനായിട്ടുണ്ട്, അതുകൊണ്ട് വീഴണ്ട ചെയ്തിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഗ്യാസാണ് കേട്ടോ യൂസ് ചെയ്യണത്. സിങ്ക് പോലും വെച്ചിട്ടില്ല കേട്ടോ, ഒക്കെ വെക്കാനുള്ളതാണ്, വെക്കും. ഒരു കാലത്ത് ഞാനും എല്ലാം ശരിയാക്കും. അപ്പോൾ നമ്മൾ ഗ്യാസ് ആട്ടോ യൂസ് ചെയ്യണം. ഗ്യാസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞാൽ ഇവിടെ വിറകടുപ്പുണ്ട്, വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കാറ്. പിന്നെ വേനൽക്കാലമായി ഞങ്ങൾ അധികം വിറകടുപ്പിലുണ്ടാകും. ഇപ്പം മഴ ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല, കാരണം അവിടെ മേഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ പാത്രം കഴുകുന്നത് ഇവിടെ കേട്ടോ, ചാക്ക് വിരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ടാറ്റാ.